ക്രിസ്തുയേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ഒരിക്കൽ കൂടി നല്ലൊരു ദിവസത്തിനായിട്ട് ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഡിസംബർ 6-ാം തീയതി. പുൽക്കൂട്ടിലേക്കുള്ള യാത്രയിലാണ് നമ്മൾ. ഒരു ചെറിയ കാലിത്തൊഴുത്ത്, ഒരു ചെറിയ പുൽക്കൂട് നമ്മുടെ ഹൃദയത്തിൽ ഒരുക്കുവാനുള്ള തയ്യാറെടുപ്പിലാണ് നാം എല്ലാവരും. ഇന്ന് നമുക്ക് തെറ്റിദ്ധാരണകൾ മൂലം അകന്നു പോകുന്ന ബന്ധങ്ങളെക്കുറിച്ച് ചിന്തിക്കാം. ജോസഫ് മറിയം ഗർഭിണിയാണ് എന്നറിഞ്ഞ നിമിഷത്തിൽ അവൻ ഒരു നിമിഷം ശങ്കിച്ചുപോയി. അവളെ ലോകത്തിൻ്റെ മുമ്പിൽ അപമാനിതയാക്കണ്ട എന്ന് വിശ്വസിച്ച് കരുതി അവളെ രഹസ്യമായിട്ട് ഉപേക്ഷിക്കാനായിട്ട് തീരുമാനിച്ചു. എന്നാൽ അവൻ്റെ ഹൃദയം അത്രയ്ക്കും നല്ലതായതുകൊണ്ടും അവൻ നീതിമാനാകൊണ്ടും അവൻ്റെ മുമ്പിൽ ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഇത് പരിശുദ്ധാത്മാവിനാൽ ഉള്ള ഗർഭമാണ്, അതുകൊണ്ട് നീ അവളെ തെറ്റിദ്ധരിക്കണ്ട എന്ന് അവന് അറിയിപ്പ് കൊടുത്തു. അത് നമ്മൾ ദൈവവുമായിട്ട് അടുത്തിരുന്നത് കൊണ്ടാണ് അവനത് അനുഭവിക്കാൻ സാധ്യമായത്, ദൈവത്തിൻ്റെ സ്വരം അവന് ശ്രവിക്കാൻ സാധ്യമായത്. അതുപോലെ തെറ്റിദ്ധാരണകൾ മൂലം ബന്ധങ്ങൾ പലപ്പോഴും അകന്നു പോകുന്ന അവസ്ഥാവിശേഷങ്ങളുണ്ട് ഇപ്പോൾ നമ്മുടെയൊക്കെ ഇടയിൽ. എന്തിനാണ് നമ്മളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവർ അകന്നു പോകുന്നത് എന്ന് പലപ്പോഴും നമുക്ക് മനസ്സിലാവാത്ത ചില സന്ദർഭങ്ങളുണ്ട്. അങ്ങനെ എൻ്റെ ജീവിതത്തിൽ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ അകൽച്ചയ്ക്ക് കാരണമെന്നറിയത്തില്ല. തെറ്റിദ്ധാരണകൾ മൂലം നമ്മളോടൊന്ന് തുറന്നു വന്ന് ഓപ്പൺ ചെയ്ത് ചോദിക്കുകയോ അല്ലെ പരസ്പരം സംസാരിച്ച് തീർക്കുവാനോ തയ്യാറെടുക്കാതെ പലപ്പോഴും നമ്മൾക്ക് അങ്ങനെയാണ്. ഇപ്പോൾ ജോസഫിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട് ദൈവദൂതൻ പറഞ്ഞു, അതിൻ്റെ പേരിൽ അവന് മനസ്സിലായി അല്ലേ. അങ്ങനെ നമ്മുടെ മുമ്പിൽ ആരെങ്കിലും തുറന്നു വന്ന് പറഞ്ഞാലല്ലേ നമുക്ക് കാര്യത്തിന് നിജസ്ഥിതി അറിയാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ബന്ധങ്ങൾ പലപ്പോഴും മൗനമായിട്ട് അകന്നു പോകുന്നതുണ്ട്. അതുകൊണ്ട് നമ്മളും അതിൻ്റെ നിജസ്ഥിതി അറിയാൻ നമ്മൾ മുന്നോട്ട് ചെന്ന് അവരോട് എന്താണ് നീ ഞങ്ങളോട് അകന്നിരിക്കുന്നതെന്ന് ചോദിക്കാൻ നമ്മളും തയ്യാറല്ല. കാരണം നമ്മൾ ചെയ്യാത്ത കുറ്റത്തിന് നമ്മളോട് അകൽച്ച ഭാവിക്കുമ്പോൾ നമ്മളും അങ്ങോട്ട് പോയി ചോദിക്കാറില്ല. ഇതാണ് നമ്മുടെ ഒരു കുഴപ്പം. അത് മനുഷ്യരായ നമ്മൾ എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പലപ്പോഴും അങ്ങനെയാണ്. ഞാനറിയാത്ത തെറ്റുകൾക്കോ ഞാൻ അറിയാത്ത കാര്യങ്ങൾക്കോ എന്നിൽ നിന്ന് അകന്നു പോയാൽ പലപ്പോഴും ഞാൻ അവരോട് ചെന്ന് ചോദിക്കാറില്ല, എന്താ നിങ്ങൾ എന്നോട് മിണ്ടാത്തേ, എന്തുകൊണ്ടാണ് നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോയത്, എന്താണ് കാരണം. പലപ്പോഴും ബന്ധങ്ങളെ തമ്മിൽ അകറ്റാനായിട്ട് ഒരു മൂന്നാമതൊരാൾ കയറി പ്രവർത്തിക്കുമ്പോഴാണ് തെറ്റിദ്ധാരണ ഉണ്ടാകുന്നത്. അവരിങ്ങനെ പറഞ്ഞു, അല്ലെ അവിടുന്ന് അവരിങ്ങനെ പറഞ്ഞു, നിന്നെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു. അതെന്താണെന്ന് നമ്മളോട് തുറന്ന് ചോദിക്കാൻ കടന്നു വരാത്ത പക്ഷം നമുക്ക് ആ തെറ്റിദ്ധാരണകളെ നീക്കാനായിട്ട് സാധ്യമാവുകയില്ല. അങ്ങനെ ആ ബന്ധം പതുക്കെ പതുക്കെ നമ്മുടെ മനസ്സിൽ നിന്ന് അകന്നു പോകും അല്ലേ. അപ്പോൾ അതിന് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്, നമ്മൾ കാരണം നമ്മൾ ആരുടെയും ബന്ധം തകർക്കാനായിട്ട് പോകാതെ ഇരിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമ്മുടെ വാക്കുകളോ നമ്മുടെ പ്രവൃത്തികളോ ഒന്നും രണ്ടുപേരുടെ ഇടയിലേക്ക് മൂന്നാമതായി കടന്നു ചെന്നിട്ട് അവർ എന്നോട് ഇങ്ങനെ പറഞ്ഞു, നിന്നെക്കുറിച്ച് അവരിങ്ങനെ പറഞ്ഞു എന്ന് പറയാതെ ബന്ധത്തെ കൂട്ടിയിണക്കാനായിട്ട് സാധിക്കണം നമ്മുടെ ജീവിതത്തിൽ. ചിലപ്പോൾ അവർ നേരിട്ട് വന്ന് പറഞ്ഞ കാര്യമായിരിക്കാം, ഒരാളെക്കുറിച്ച് വന്ന് നേരിട്ട് പറഞ്ഞ കാര്യമായിരുന്നെങ്കിൽ പോലും അത് അവരോട് പറയരുത്. കാരണം അത് അവരോട് തമ്മിലുള്ളൊരു ബന്ധത്തെ തകർക്കാൻ കാരണമുണ്ടാകുന്നുണ്ടെങ്കിൽ നമ്മളത് പാപമാവുകയില്ലെങ്കിൽ അത് തെറ്റല്ല. അവനോട് ആ കാര്യം പറഞ്ഞിട്ടില്ല എങ്കിൽ തെറ്റല്ല എങ്കിൽ നമ്മൾ ആ കാര്യം പറയാതിരിക്കുക. അപ്പോൾ അവരുടെ ഇടയിലുള്ള ആ സ്നേഹബന്ധം ഇന്നും നിലനിൽക്കും. അതിനുള്ള ഒരു ശക്തിയും ബലവും കൃപയും ബന്ധങ്ങളെ കൂട്ടിയിണക്കാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ ക്രിസ്മസ് കാലയളവ് നമുക്ക് ഓരോ ദിവസവും ഓരോ നിമിഷവും നമ്മളെ ശുചീകരിക്കണം. അല്ലെങ്കിൽ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും നമ്മളിലേക്ക് വരാനുള്ള തടസ്സങ്ങളെയാണ് നമ്മൾ നീക്കം ചെയ്യുന്നത്. നമുക്ക് ദൈവത്തിൻ്റെ കുറേ കാര്യങ്ങളിൽ കുറേ ദൈവിക സ്വർഗീയ വാസത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ മാത്രമല്ല, നമുക്ക് മനുഷ്യരായ ബലഹീനതകളെ നമ്മൾ തിരിച്ചറിഞ്ഞ് അതിനെ നീക്കം ചെയ്യുവാനും
നമുക്കൊത്തിരിയേറെ അവസരങ്ങളുണ്ട്. അതിനെ നമ്മൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുവാണെങ്കിൽ മുന്നോട്ട് പോകാൻ സാധ്യമാകും. നമ്മുടെ ബലഹീനതകളൊക്കെ ഏറ്റെടുക്കും. അങ്ങനെ കാലിത്തൊഴുത്തിലേക്കുള്ള നമ്മുടെ യാത്ര വിജയകരമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു. അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു.